നോമ്പ് പകുതി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് നോമ്പിൻ്റെ 26-ാം ദിനമാണ്. തീവ്ര നോമ്പിൻ്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ എന്നും ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടതും പ്രത്യേകിച്ച് ഉത്ഥാന മഹത്വത്തിൻ്റെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മിൽ വളർത്തിയെടുക്കേണ്ടതുമായ ഒരു മനോഭാവത്തെക്കുറിച്ചാണ് ഇന്ന് ഉറക്കെ ചിന്തിക്കാനായി ഞാൻ ആഗ്രഹിക്കുക. ബാഹ്യമായ ക്ഷാളനവും ആന്തരികമായ വിശുദ്ധിയും. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 7-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ ഈശോ ഇക്കാര്യം വളരെ ഭംഗിയായി പഠിപ്പിക്കുന്നു. ഈശോയുടെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടുനിന്ന ഫരിസേയർ அதை ചോദ്യം ചെയ്യുകയാണ്. പാരമ്പര്യമനുസരിച്ച് അങ്ങനെ ചെയ്യാറില്ല. പൂർവികരുടെ പാരമ്പര്യം അങ്ങനെയല്ല. ഫരിസേയരും യഹൂദരും കൈ കഴുകാതെ ഭക്ഷണം കഴിക്കാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈശോയുടെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത്? ഈ ചോദ്യത്തിന് ഈശോ നൽകുന്ന ഉത്തരമാണ് ഈ സുവിശേഷ ഭാഗം. നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഇതിൽ നിന്ന് വലിയ നന്മകൾ സ്വീകരിക്കാം. ഈശോ പഠിപ്പിക്കുന്നു, ബാഹ്യക്ഷാളനം മാത്രം പോരാ, ആന്തരിക വിശുദ്ധിയാണ് ആവശ്യം. അതാണ് ദൈവ തിരുമുമ്പിൽ വിലയുള്ളത് എന്ന് നാം ഓർക്കണം. അതാണ് ഈശോ നമ്മെ പഠിപ്പിക്കുക. പ്രീശരും നിയമജ്ഞരും ഈശോയെ എതിർത്തുകൊണ്ട് പറഞ്ഞപ്പോൾ ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈശോ ഉത്തരം പറയുന്നത്. ബാഹ്യ ആചാരത്തിന് അമിത പ്രാധാന്യം കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ കാപട്യമാണ് എന്നതാണ് ഈശോ പഠിപ്പിക്കുക. ഉള്ളിലെ എല്ലാവിധ തിന്മകളും മറച്ചു വെച്ചുകൊണ്ട് ബാഹ്യ അവയവങ്ങൾ കഴുകി ശുദ്ധി വരുത്തുന്നത് കൊണ്ട് എന്തു പ്രയോജനമാണുള്ളത്? യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകം 29-ാം അധ്യായം 13-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് ഈശോ പറയുന്നു, ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് എത്രയോ അകലത്തിലാണ്. രണ്ടാമത് അവിടുന്ന് ഉന്നയിച്ചത് ഇങ്ങനെയാണ്, യഹൂദ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് അവർ ദൈവകൽപ്പനയിൽ തന്നെ എതിർത്ത് ജീവിക്കുന്നവരാണ്. ദൈവകൽപ്പന നിഷേധിക്കുകയാണ്. മോശ വഴി ദൈവം കൊടുത്ത കൽപ്പനയിൽ ഒന്നാണ് മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത്. എന്നാൽ അതിന് മറ്റൊരു മാർഗം യഹൂദർ കണ്ടുപിടിക്കുകയാണ്. അതാണ് ഖുർബാൻ, അതായത് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ട വസ്തു എന്ന് പ്രതിജ്ഞയെടുക്കൽ. മാതാപിതാക്കളെ അവഗണിക്കാനും അവരുടെ സമ്പത്ത് തട്ടിയെടുക്കാനും അവർ കണ്ടുപിടിച്ച ഒരു മാർഗമാണ്. അതായത് ദൈവത്തിന് കൊടുത്തത് കൊണ്ട് മാതാപിതാക്കളെ പോലും ശുശ്രൂഷിക്കേണ്ട എന്ന്. അതായത് പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് ദൈവകൽപ്പനകളെ ധിക്കരിച്ച് മാറി നിൽക്കുന്ന അവസ്ഥ. ഈശോ അന്ന് പറഞ്ഞത് ഒരുപക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഇടയിലെ ചിലരിലെങ്കിലും ബാധകമാകുമോ? പാരമ്പര്യ നിയമങ്ങൾ ദൈവകൽപ്പനകളെ നിരർത്ഥമാക്കുന്നതിന് ഒന്നാന്തര ഉദാഹരണമായിട്ടാണ് കർത്താവ് പറഞ്ഞത്. ഇതേക്കുറിച്ച് യഹൂദ പാരമ്പര്യങ്ങളുടെ സമാഹാരമായ മിഷ്ന എന്ന ഗ്രന്ഥത്തിലെ സെദാറിം എന്ന അധ്യായത്തിൽ വളരെ ഭംഗിയായിട്ട് അതേക്കുറിച്ച് പറയുന്നുണ്ട്. ഈശോ മറ്റൊരിടത്ത് പറയുന്നത് ഇങ്ങനെയാണല്ലോ, പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന ഒരുവനെ അശുദ്ധനാക്കാൻ ഒന്നും കഴിയുകയില്ല, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് യഥാർത്ഥത്തിൽ വലിയ തിന്മകൾ. വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, അസൂയ തുടങ്ങിയവയെല്ലാം. ഒരിക്കൽ കൂടി കർത്താവ് ഈ പഠനം ആവർത്തിക്കുന്നുണ്ട്. ഒരു ഫരിസേയൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരുന്നപ്പോൾ ആന്തരിക വിശുദ്ധിയെക്കുറിച്ച്
ലൂക്കായുടെ സുവിശേഷത്തിലെ 11-ാമത്തെ അധ്യായത്തിൽ 37 മുതൽ 44 വരെ അവിടുന്ന് പറയുന്നു. ആന്തരിക വിശുദ്ധി എങ്ങനെ പാലിക്കാൻ സാധിക്കും എന്നതാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഒന്ന്, പുറം കഴുകിയാൽ പോരാ, അകവും കഴുകണം. രണ്ടാമത്തേത്, സത്യവും നീതിയും കരുണയും സ്നേഹവും ജീവിതത്തിൽ പരിശീലിക്കുന്നതാണ് ആന്തരികമായ വിശുദ്ധി. കൈ കഴുകുന്നതോ അതുപോലുള്ള ബാഹ്യ പ്രകടനങ്ങളോ അല്ല. സ്ഥാനമോഹവും പ്രകടനപരതയും വെടിഞ്ഞ് എളിമ അഭ്യസിക്കുക എന്നതാണ് ആന്തരിക വിശുദ്ധിയിൽ വളരാനായിട്ടുള്ള മൂന്നാമത്തെ മാർഗം. നാലാമത് കർത്താവ് ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഇതാണ്: ഉള്ളിലെ ജീർണത മാറ്റാതെ പുറം മോടി പിടിപ്പിക്കുന്നത് എന്തർത്ഥത്തിലാണ്? അത് നിരർത്ഥകമല്ലേ? അതിനർത്ഥമില്ലല്ലോ. അഞ്ചാമത്തേത്, നമ്മോടൊത്തുള്ളവൻ, സഹപൗരൻ, അവൻ്റെ ഭാരം വർദ്ധിപ്പിക്കാതെ ലഘൂകരിക്കാതെ നമ്മൾ എത്രമാത്രം പ്രവർത്തനങ്ങൾ ചെയ്താലും അത് ഫലവത്താവുകയില്ലെന്ന. ആറാമത്തേത്, കാപട്യവും പുറംചട്ടയും വെടിഞ്ഞ് വിനയപൂർവം ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള തെറ്റുകൾക്ക് ഹൃദയപൂർവ്വം അനുതപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആന്തരിക വിശുദ്ധി പ്രാപിക്കാനുള്ള മാർഗം. ഏഴാമത്തേത്, മറ്റുള്ളവർക്ക് തടസ്സം സൃഷ്ടിക്കാതെ അവരെ വളർത്തുന്ന രീതിയിലുള്ള ഔദാര്യ മനോഭാവം വളർത്തിയെടുക്കുക എന്നതാണ്. ഈ നോമ്പ് കാലത്ത് ഇപ്രകാരമുള്ള ചിന്തകൾ നമ്മെ ഭരിക്കട്ടെ. ഈ കാലത്തിൻ്റെ പ്രത്യേകത ഇതാണല്ലോ: ആഡംബരം, എല്ലാ തരത്തിലുള്ള പ്രകടന പരത, കർമാനുഷ്ഠാനങ്ങൾ, ഏതു രീതിയിലുള്ള ആഘോഷങ്ങളും പരസ്പരം ഇക്കാര്യത്തിൽ മത്സര്യമാണ് നടക്കുക. കാപട്യവും പൊങ്ങച്ചവും എല്ലാം. ഇത് കൊടികുത്തി വാഴുമ്പോൾ ആന്തരിക വിശുദ്ധി നാം മറന്നു പോകാറുണ്ട്. എന്നാൽ ഈശോയുടെ വാക്കുകൾ നമുക്ക് അതിൻ്റെ അർത്ഥത്തിൽ സ്വീകരിക്കാം. പാരമ്പര്യ പരിരക്ഷണത്തിൻ്റെ പേരിൽ ദൈവകൽപ്പന ലംഘിക്കുന്നത് തെറ്റാണ്. ഒരുവൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഭക്ഷണപദാർത്ഥങ്ങളല്ല അവനെ അശുദ്ധനാക്കുന്നത്. ഹൃദയത്തിൽ നിന്ന് വരുന്ന നന്മകളാണ് അവനെ വിശുദ്ധനാക്കുന്നത്. എന്നാൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന തിന്മകൾ അവനെ അശുദ്ധനാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഹൃദയ വിശുദ്ധിയാണോ ബാഹ്യ അനുഷ്ഠാനങ്ങളാണോ പ്രധാനപ്പെട്ടത്? തീർച്ചയായും ഹൃദയ വിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അവർ ദൈവത്തെ കാണും, അവരുടെ ഹൃദയത്തിലും മറ്റുള്ളവരിലും. ഈ ഹൃദയ വിശുദ്ധി ഈ കാലഘട്ടങ്ങളിൽ, ഈ ദിവസങ്ങളിൽ പരിപാലിക്കാൻ, അതിൽ വളരാൻ നോമ്പുകാലത്ത് ഈ ദിവസങ്ങൾ നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.